നാസറിന് പണിയൊക്കെ അല്ലേ? സുഖാണേ. അതിപ്പോ ഈ നാട്ടിൽ ഒരുപാട് പ്രമാണിമാരുണ്ട്, ഉപ്പ് തേക്കാത്തോല്. ഇവിടെ വരുന്ന എന്റെ കൈകൊണ്ട് നാസറിന്റെ വക ഒരു ചായ പൈസ, അത് ഇന്നെ പോലത്തോൾക്ക് വലിയ കാര്യാണേ. നല്ല മനസ്സാവോന്, ഓ രക്ഷപ്പെടും. ഓന്റെ മാരി സ്നേഹല്ലോന് വേറെ ആരാ ഈ നാട്ടില്? ചക്കാത്ത് കൊടുക്കാൻ 25 രാവ് വരെ കാത്തിരിക്കണോന്നല്ലോ. ഓൻ ബുദ്ധില്ലോനാ. എന്നാ ഞാൻ പോവാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ നായിന്റെ മോള് ഫോൺ എടുക്കണില്ലല്ലോ. അടുത്ത ബുധനാഴ്ചയാണ് 40. എല്ലാരും പണ്ടെടുക്കും. വിളിച്ച് ഞാൻ നാസറിനോട് വിവരം പറഞ്ഞതാ. കിട്ടണ പൈസ കോളെന്താ കാട്ടുന്നു? ഓക്കൊരു സാമർത്ഥ്യവും ഇല്ല. ആ സൈനാനെ കണ്ടില്ലേ? പോയിട്ട് 2 കൊല്ലായിട്ടുള്ളൂ. എന്താ ഓളെ കായി? പുറ കയറ്റിന്നല്ലാതെ പുറന്ന് തേച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു പണി നടക്കൂല. ആ പണി നമ്മക്ക് ശരിയാവൂല. അല്ല വേറെ ഒന്ന് നോക്കിക്കണ്. ആ മാമല് വെള്ളം ഉണ്ടല്ലോ അല്ലേ? ആരാ നവാസേ? അത് നമ്മുടെ അക്കരപ്പച്ചേ. അവിടെ ഇനി AC-ക്ക് ഒച്ച കുറഞ്ഞതാവും പ്രശ്നം. ഏതായാലും കഴിഞ്ഞില്ല, മൂട്ടക്ക് മരുന്നടിച്ച വെറുതെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. أنت يمشي كيرلا؟ بنت مدرسة، شهرين إجازة إن شاء الله. طيب؟ شكرا. عفوا. إن شاء الله. ഇവിടെ വല്ല പണി ഉണ്ടാവും. കയറി നോക്കാം. അസ്സലാമലൈക്കും. അല്ല മുതലാളുണ്ടാകത്ത്? അല്ല വിളിക്കുന്നുണ്ടാ. ഞാൻ ഒരു കാര്യം ചോദിക്കാനാ. ഇവിടെ പണിക്ക് വല്ല വേക്കൻസി ഉണ്ടോ? വേക്കൻസി ഒന്നുമില്ല, ഞങ്ങളെന്നെ ഇവിടെ താൽക്കാലിക. കുട്ടേട്ടനോ? വര് കേറിയിരിക്കും. ഇല്ല കേറുന്നില്ല. നാസർ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നിങ്ങൾ നോക്കിയിരുന്നോ? വിലക്ക് അന്വേഷിച്ചു. ഞാൻ പോയി വാങ്ങണോ അതോ നിങ്ങളും കുട്ടികളും പോയി വാങ്ങണോ? ഞാൻ പിന്നെ മാറ്റി ഇറങ്ങില്ല, നിങ്ങൾ എന്നെ പോയി നോക്കിയാ മതി. എന്നാ ക്ഷമയാണ് പറഞ്ഞു വിടും. ഞാൻ ഇപ്പാനേം പറഞ്ഞേക്കാം. എന്നാ ശരി. പവിത്ര, ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മളെ സ്കൂളിൽ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മറക്കൂല. സത്യം. എന്തിനാ പവിത്ര അങ്ങനെ കള്ളുടിച്ച് നടക്കണേ? കള്ളുടിച്ച് നടക്കില്ലേ? കള്ളിച്ചാപ്പിൽ ഓട്ടോസ് വിളിച്ച് ഇവിടെ വരാൻ 30 രൂപയാവും. അതുകൊണ്ട് കള്ളുടിച്ച് നടന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറക്കാതെ 5 മണിക്ക് ക്ലാസ്സിൽ വരണം. മനസ്സിലായോ? എക്സ്ക്യൂസ് മീ, 9 rupees. എന്തിനാ എനിക്ക് 9 rupees? എല്ലാവരും പറയുന്നത് 10 രൂപ 10 രൂപ. അതൊന്നും ഒരു ലാഭമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മളെ ലാഭം നോക്കാം. ചെല്ല് 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 ചെല്ല്. السلام عليكم. وعليكم السلام. نظيف؟ ايوه. طيب شكرا. مع السلامة. എന്തായി? വാങ്ങിയില്ലേ? കുട്ടൻ വിളിച്ചിരുന്നു. കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. കൂടെ ഉപ്പയുണ്ടായിരുന്നു. എവിടെ വെച്ചിരിക്കുന്നത്? ഷമിയുടെ റൂമില്. അത് വേണ്ട, അവന്റെ റൂമിൽ വേണ്ട. എല്ലാവരും കാണുന്ന പോലെ ഹാളിൽ വെച്ചാ മതി. മനസ്സിലായി. പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഇന്റർനെറ്റ് കഫേലൊന്നും പോരുതെന്ന് പറയണം. അതൊന്നും അത്ര ശരിയല്ല. പിന്നെ അതിലിനി പൈസ ബാക്കിയുണ്ടെങ്കിലേ ഒരു 500 രൂപ കൊടുക്ക്. അതൊക്കെ ഞാൻ കൊടുത്തിരുന്നു. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ബാപ്പു തെറ്റിപ്പോയതാണല്ലോ അല്ലേ? അവനെവിടെ പോവാനാ? റൂമിൽ തന്നെ കാണും. നവാസെ,
എൻ്റെ ഉപദേശം കുറച്ച് ഓവറായോ? ബാപ്പുന് വിഷമായോന്നറിയില്ല. ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തേലൊക്കെ കണ്ട് പറയും, പിന്നെ വലിയ വിഷമ. ഏയ് അതൊന്നും വലിയ കാര്യമാക്കണ്ട. നീ ശ്രദ്ധിച്ചോ, അവന് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. ശമ്പളം കിട്ടട്ടെ, ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. ഫൗസിയ, ഈ തിരക്കിനിടയിലും എനിക്ക് കൃത്യമായി ഭക്ഷണം എത്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറില്ലേ? ഫൗസിയ, നമ്മൾ സ്വയം മറക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മളറിയാതെ പലതും മറക്കും നാസർക്ക. പടച്ചോനിപ്പോ നാട്ടിൽ ചക്കയും കിട്ടാതായോ? മൈസൂർ കൂട്ടിക്കൊക്കെ കയറ്റി വെക്കണോണ്ട് ഇപ്പൊ ചക്കക്കൊക്കെ വലിയ ഡിമാൻഡാ. ചക്കക്കുരു വറുത്ത് തിന്ന കാലം മറന്നു. ഹലോ, ആരാ? വാലേക്കും സലാം. ആ പറയ്. മരിച്ച പ്രദീപിന്റെ അമ്മക്ക് തീരെ സുഖമില്ലടാ. തന്നെ? നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ഇൻഷാ അല്ലാ. മനു ബുദ്ധിമുട്ടാവോ? പിരിവ് ഒരുപാടുണ്ട്. മനു ഇടക്കിടക്കുള്ള വിളി ശല്യാവുന്നുണ്ടാ? ഒന്നും നോക്കണ്ട, എന്നാ കഴിയണമാതിരി നോക്കടാ. നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തോ ഒരു അസ്വസ്ഥത. നിങ്ങൾ ഇനി എണീറ്റില്ലേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മദ്രസ ഒന്നുമില്ല. ഓ അത് ശരി. ഞാൻ ഇന്നലെ രാത്രി തന്നെ വിളിച്ചാലോന്ന് കരുതി. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കാവെന്ന് കരുതിയിട്ടാ. എന്നാ ശരി, നിങ്ങൾ വെച്ചോളൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. റംല, കുട്ടികളെപ്പോഴാ സ്കൂളിൽ നിന്ന് വരാ? ഒരു 4-4:30 ഞാൻ പെട്ടി ഒന്ന് എടുക്കട്ടെ. പതുക്കെ പതുക്കെ. അവിടെ ഉണ്ട് ചളി. ഓക്കെ, എന്നാ ശരി. എയർപോർട്ട് കയറാന് വണ്ടിയൊക്കെ ഏർപ്പാടേതാ. റാമില വേണ്ടാന്ന് പറഞ്ഞ. അടുത്ത ആഴ്ച പരീക്ഷ, പിന്നെ 1-2 പ്രാവശ്യം പോയതും അല്ലേ. അതും ശരിയാ. ഇതാ നിങ്ങളെ ബാഗ് മറന്നില്ലേ? ഓ, ഞാൻ മറന്നുപോയതാ. ശരി ശരി. എന്നാ ഞാനായിട്ട് ഇറങ്ങാ. ഇല്ലപ്പ, ചോറായിട്ടുണ്ട്. ചോറുണ്ടിട്ട് പോവാം. എനിക്ക് ആ കോയാമൂനൊന്ന് കാണാണ്ടേ. ഉപ്പ, എന്നാ വൈകിട്ട് ഞാൻ അങ്ങോട്ട്. ഈ തിരക്കൂട്ടണ്ട, സാവധാനായിട്ട് വന്നാ മതി. ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങട്ടെ. നേരാ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരാ പറയണ്ടേ? വന്ന് കേറിയപ്പോ തുടങ്ങിയതാ. ഞാൻ അയച്ച പൈസക്ക് നിങ്ങൾ എന്താ ചെയ്തേ? ചേരക്കണ്ട ജി, മാസത്തിൽ 8-9 അയക്കും. അതിനുള്ള ചെലവുണ്ട് ഇവിടെ. എന്ത് ചെലവ്? അധികം പറ്റാന്നും പറഞ്ഞ് എന്റെ കുഞ്ഞോളെ കൂടി എത്തിങ്ങനെ കൊണ്ടാക്കിയില്ലേ നിങ്ങള്? നിങ്ങൾ ചൂടാവണ്ട. നിങ്ങളുടെ ആ പഴയ ചീട്ടുകളൊക്കെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിയാം. കണ്ടില്ലേ വാപ്പാനോട് തർക്കുത്തരം പറയണേ? വാപ്പ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ പവിത്രത എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിനെ കൽബിലൊരിത്തിരി സ്നേഹം വേണം. സ്നേഹമില്ലാത്ത മനസ്സിൽ ഒരൊറ്റ നന്മയും ഉണ്ടാവില്ല. എന്റെ പാക്ക് സ്നേഹമില്ലാന്ന് ഈ പറയണ്ട.
ആരോട്? നിങ്ങളോടുണ്ടാവും. അസുഖം വരുന്നവരെ എന്റെ ഉമ്മയോടും ഉണ്ടായിരുന്നു. ഗൾഫ് പോയി വന്നപ്പോഴേക്കും ഞാൻ ബാപ്പ എന്ന് മറന്നില്ലടി. എന്താ അവളെ പവറ്? 2 വലിയ പെൺകുട്ടികളുള്ള കാര്യം ബാപ്പ മറന്നതുകൊണ്ടായിരിക്കും. ഞാൻ എന്ത് മറന്നു പറഞ്ഞേ? ജീവിതത്തിൽ ഇനി എനിക്കൊന്നു മാത്രമേ നടക്കുള്ളൂ, അത് ഉറപ്പിക്കാം. മരണം. ഈ ആരെയാടി പേടിപ്പിക്കണേ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടകള്. എന്തൊക്കെ ഈ കാട്ടുന്നത്? സമാധാനപ്പെടും മോളെ. നിങ്ങളാരാ? ഞാൻ നാസറിന്റെ കൂട്ടുകാരനാ. എന്നാ കൂട്ടുകാരാ, നാസറെ കൊല്ലാൻ കൊണ്ടുവന്ന ഓളുണ്ടല്ലോ, ഓള എന്റെ മോളാ. വരും, നമുക്കൊന്ന് മാറി സംസാരിക്കാം. ഒരടി മാറൂല, സംസാരിക്കാനൊന്നുമില്ല. ഗൾഫിൽ ഓനെ കൂടെ കിടന്നിട്ട് പോരാനിട്ടാ. വേണ്ട കുട്ടാ, ഇവിടെ ഒരു കച്ചറ വേണ്ട. ഓളെവിടെ? എനിക്കും അറിയണ സത്യം. മനുഷ്യത്വമുള്ളവന് തെറ്റേറ്റു പറയുന്നത് ഒരു അപമാനകരമായി തോന്നൂലല്ലോ. 40 ദിവസം ഉമ്മറപ്പടി കയറി തെറ്റ് ചെയ്ത 41ാമത് ദിവസം ഉമ്മറപ്പടി വിളിച്ചു പറയുന്ന